بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. الله سبحانه وتعالى അള്ളാഹുവിൻ്റെ ഭവനത്തിൽ നമ്മൾ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ ആഖിറത്തിൽ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മളെല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഇൽമിനെ സംബന്ധിച്ചാണ്. ഖുർആനും സുന്നത്തും പഠിക്കുന്നതിനെ സംബന്ധിച്ച് ആമുഖമെന്നാണ് ഇൻഷാ അല്ലാഹ്. മഹാനായ സഹാബി അബൂ ദർദാ റളിയല്ലാഹു അൻഹു അൻസാരിയായ സഹാബിയാണ്. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് ഉവൈമിർ ബിൻ ആമിർ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിൻ്റെ കുന്നിയത്താണ് അബൂ ദർദാ റളിയല്ലാഹു അൻഹു. സഹാബി അൻസാറുകളിൽ നിന്നും അവസാനമായി ഇസ്ലാം സ്വീകരിച്ച സഹാബിയാണ്. മദീന നിവാസികളിൽ നിന്നും അവസാനമായിട്ട് ഇസ്ലാം സ്വീകരിച്ച സഹാബിയാണ്. അദ്ദേഹം ജാഹിലിയത്തിൽ ബിംബങ്ങളെ ആരാധിച്ച ആളാണ്. എല്ലാ സഹാബാക്കളും ബിംബങ്ങളെ ആരാധിച്ചവരായിരുന്നില്ല. അബൂ ദർദാ റളിയല്ലാഹു അൻഹു ജാഹിലിയത്തിൽ ബിംബങ്ങളെ ആരാധിച്ച ആളായിരുന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കുറെ രൂപങ്ങൾ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഉമ്മയൊത്ത രണ്ട് സഹോദരന്മാരാണ് മസ്ലമ, അതുപോലെ തന്നെ അബ്ദുല്ലാഹി ബിൻ റവാഹ റളിയല്ലാഹു അൻഹുമ. ഈ രണ്ട് സഹാബാക്കളും അദ്ദേഹത്തിൻ്റെ ഉമ്മയൊത്ത സഹോദരന്മാരാണ്. ഇവർ രണ്ടാൾക്കാരും നേരത്തെ മുസ്ലിമായി. ഈ രണ്ടാൾക്കാർ അബൂ ദർദാനെ കാണാൻ വീട്ടിലേക്ക് വന്നു. അപ്പൊ സ്ഥലത്ത് അബൂ ദർദ ഉണ്ടായിരുന്നില്ല. അവർ ആ വീട്ടിലുണ്ടായിരുന്ന വിഗ്രഹങ്ങളെ നിലത്തേക്കിട്ട് പൊട്ടിച്ചു. അബൂ ദർദ കയറി വരുമ്പോൾ കാണുന്നത് അദ്ദേഹം ബഹുമാനത്തോടെ പൂജിച്ചിരുന്ന ആ വിഗ്രഹങ്ങൾ നിലത്ത് വീണുടങ്ങിയിട്ടാണ് കാണുന്നത്. അപ്പൊ അദ്ദേഹത്തിന് ദേഷ്യം വന്നു. അദ്ദേഹം ചോദിച്ചു, ആരാണ് ചെയ്തത്? അപ്പൊ അദ്ദേഹത്തിന്റെ ഭാര്യ പറഞ്ഞു, ലൗ കാന യൻഫഉ ഔ യദ്ഫഉ അൻ അഹദിൻ, ഈ വിഗ്രഹങ്ങൾക്ക് ആരെങ്കിലും അവർക്ക് വരുന്ന ഉപദ്രവങ്ങൾ തടയാനോ സ്വയം എന്തെങ്കിലും ഉപകാരം ചെയ്യാനോ കഴിയുമായിരുന്നെങ്കിൽ ദഫഅ അൻ നഫ്സിഹി ഔ വനഫഅഹ, അവർ സ്വയം ആ ശർറിനെ തടയുമായിരുന്നു, അല്ലെങ്കിൽ സ്വയം എന്തെങ്കിലും ഉപകാരം ചെയ്യുമായിരുന്നു. പക്ഷെ അത് അവർക്ക് പറ്റിയില്ല. ഭാര്യ ഈ വാക്ക് പറഞ്ഞപ്പോൾ അദ്ദേഹം ചിന്തിച്ചു, സ്വന്തം ഒന്നും ചെയ്യാൻ കഴിയാത്ത ഈ വെറും വിഗ്രഹങ്ങൾക്ക് മുമ്പിൽ ഞാൻ എന്നെ സമർപ്പിക്കുകയാണ്. എൻ്റെ അവലാതിയും പ്രയാസങ്ങളും ആ ബിംബങ്ങൾക്ക് മുമ്പിൽ ഞാൻ പറയാണ്. അദ്ദേഹം ചിന്തിച്ചു. അതാണ് അദ്ദേഹം ഇസ്ലാമിലേക്ക് വരാനുള്ള കാരണമായിട്ട് പറയപ്പെടുന്നത്. അങ്ങനെയാണ് സഹാബി മുസ്ലിം ആകുന്നത്. മുസ്ലിം ആയതിനു ശേഷം മുഴുവൻ ഇബാദത്താണ്. രാത്രി മുഴുവൻ നിസ്കാരം, പകലിൽ നോമ്പ്. അൻസാരിയായ സഹാബിയാണ്. അദ്ദേഹത്തിന്റെ മുഹാജറായ സഹാബി സഹോദരനായിട്ട് ലഭിച്ചത് സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു. സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ വന്നപ്പോൾ ആദ്യം ചെയ്തത് മുഹാജിറുകൾക്കിടയിലും അൻസാറുകൾക്കിടയിലും സഹോദര ബന്ധം സ്ഥാപിച്ചു. അതിൽ മുഹാജറായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു ആണ് അൻസാരിയായ അബൂ ദർദാ റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരനായിട്ട് വന്നത്. അപ്പൊ അദ്ദേഹം ഒരിക്കൽ വീട്ടിലേക്ക് സന്ദർശനത്തിന് വേണ്ടി വന്നു. അബൂ ദർദാന്റെ ഭാര്യ വല്ലാതെ സങ്കടപ്പെട്ടിരിക്കുന്നത് കണ്ടു. ഇപ്പൊ ചോദിച്ചു, അന്വേഷിച്ചു, എന്താണ് പ്രശ്നം? അപ്പൊ അദ്ദേഹത്തിന്റെ ഭാര്യ പറഞ്ഞു, നിങ്ങളുടെ സഹോദരൻ അബൂ ദർദാന് ദുനിയാവ് വേണ്ട. രാത്രി മുഴുവൻ നിസ്കാരാണ്, പകലിൽ നോമ്പാണ്. എന്നെയും ദുനിയാവും ആവശ്യമില്ലാത്ത രീതിയിലാണ് ജീവിക്കുന്നത്. സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു അന്ന് അവിടെ താമസിച്ചു ആ വീട്ടിൽ.
അബൂദർദ രാത്രി നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേറ്റു. അദ്ദേഹം തടഞ്ഞു. ഇന്ന അലൈക ലിനഫ്സിക ഹഖ്ഖ, നിനക്ക് നിന്റെ ശരീരത്തിനോടൊരു ഹക്കുണ്ട്, ബാധ്യതയുണ്ട്, നിന്റെ കുടുംബത്തിനോട് ബാധ്യതയുണ്ട്. അല്പം ഉറങ്ങ്, പിന്നെ നിസ്കരിക്കുക. അദ്ദേഹം കുറച്ച് ഉറക്കി. രാത്രിയുടെ അവസാന ഭാഗത്ത് രണ്ടാൾക്കാരും എഴുന്നേറ്റ് നിസ്കരിച്ചു. പിറ്റേന്ന് രാവിലെ നോമ്പെടുക്കാൻ വേണ്ടി തയ്യാറായി. സൽമാൻ ഫാരിസി തടഞ്ഞു. നിനക്ക് നിന്റെ കുടുംബത്തിൻ്റെ മേൽ ഹക്കുണ്ട്, നിന്റെ ശരീരത്തിനോട് ഹക്കുണ്ട്. അന്ന് നോമ്പ് ഒഴിവാക്കി. രാവിലെയായി ഈ സംഭവം അബൂദർദ റളിയല്ലാഹു അൻഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചെന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് സൽമാൻ അൽ ഫാരിസി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു പറഞ്ഞത് സത്യപ്പെടുത്തി. അതാണ് റസൂലിൻ്റെ ജീവിതം. എല്ലാം ഉണ്ട്. 3 സഹാബാക്കൾ റസൂലിൻ്റെ വീട്ടിലേക്ക് വന്നു. റസൂലിൻ്റെ ഇബാദത്തിനെ സംബന്ധിച്ച് ചോദിച്ചു. ഭാര്യമാരുടെ മറുപടി കേട്ടപ്പോൾ കഅന്നഹും തഖാലുഹ, അവർക്ക് അതെന്തോ ഒരു ചെറുതായതുപോലെ തോന്നി. റസൂലിൻ്റെ അമൽ എന്തോ ചെറിയ അമലായി, കുറഞ്ഞതുപോലെ തോന്നി. അവർ പറഞ്ഞു, ഇനി ഞാൻ കല്യാണം കഴിക്കൂല. ഒരാൾ പറഞ്ഞു, ഞാനിന് നോമ്പ് ഒഴിവാക്കിയില്ല. ഒരാൾ പറഞ്ഞു, ഞാൻ രാത്രി ഉറങ്ങൂല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു, ഞാൻ കല്യാണം കഴിച്ചിട്ടുണ്ട്, ഞാൻ രാത്രി ഉറങ്ങാറുണ്ട്, നിസ്കരിക്കാറുണ്ട്. ഞാൻ വിവാഹം ചെയ്തിട്ടുണ്ട്, ഞാൻ പകലിൽ നോമ്പെടുക്കാറുണ്ട്, നോമ്പ് ഒഴിവാക്കാറുണ്ട്. അതാണ് റസൂലിൻ്റെ രീതി. എല്ലാവർക്കും അതിൻ്റെതായ ഹക്ക്, ബാധ്യതകൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയിട്ടുണ്ട്. ഇതാണ് അബൂദർദ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചുള്ള ചെറിയൊരു ചരിത്രം. അദ്ദേഹം ഹിജ്റ 31 അല്ലെങ്കിൽ 32 വർഷത്തിലാണ് വഫാത്തായത്. സഹാബി ഉദ്ധരിക്കുന്ന ഹദീസ് ദീർഘമായ ഒരു ഹദീസാണ്. أن رجلا قدم من المدينة على أبي الدرداء وهو بدمشق. അബൂ ദർദ റളിയല്ലാഹു അൻഹു ദിമഷ്കിലായിരുന്നു, ഡമസ്കസിലായിരുന്നു. ഒരാള് മദീനയിൽ നിന്നും ദിമഷ്കിലുള്ള അബൂ ദർദ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് യാത്ര പോയി. 1 മാസത്തെ യാത്ര ദൂരമുണ്ട്. 1 മാസം യാത്ര ചെയ്തിട്ടാണ് പോകുന്നത്. അവിടെ എത്തിയപ്പോ ഫഖാല, അബൂ ദർദ റളിയല്ലാഹു അൻഹു ആ വന്ന വ്യക്തിയോട് ചോദിച്ചു, മാ അഖ്ദമക യാ അഖി, സഹോദര, താങ്കൾ എന്തിനാണ് വന്നത്? മറുപടി പറഞ്ഞു, ഹദീസുൻ ബലഗനി അന്നക തുഹദ്ദിസു ബിഹി അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ വന്നത്, എനിക്കൊരു വിവരം കിട്ടിയിട്ടുണ്ട്. താങ്കൾ ഒരു ഹദീസ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ഉദ്ധരിക്കുന്നുണ്ട്, എനിക്ക് വിവരം കിട്ടിയിട്ടുണ്ട്. ആ ഒരു ഹദീസിന് വേണ്ടിയാണ് ഞാൻ താങ്കളിലേക്ക് വന്നത്. മദീനയിൽ നിന്നും ദിമഷ്കിലേക്ക് 1 മാസത്തെ യാത്ര ചെയ്തിട്ട്. ഈ മറുപടി കേട്ടപ്പോൾ അബൂ ദർദ റളിയല്ലാഹു അൻഹുവിന് ഒരു അത്ഭുതം. അദ്ദേഹം ചോദിച്ചു, അമാ ജിഅ്ത ലിഹാജത്തിൻ, നീ ദിമഷ്കിലേക്ക് വേറെ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി വന്നതാണോ? അങ്ങനെ നിന്റെ ആവശ്യം പൂർത്തിയായപ്പോൾ നീ എന്നെ കാണാൻ വന്നതാണോ? വന്ന വ്യക്തി പറഞ്ഞു, അല്ല, ഞാൻ ആ ഒറ്റ ഹദീസിന് വേണ്ടിയായിട്ട് വന്നത്. അപ്പൊ വീണ്ടും ഉറപ്പിക്കാൻ വേണ്ടി വീണ്ടും ചോദിക്കണം, അമാ ഖദിംത ലി തിജാറത്തിൻ, നീ കച്ചവട ആവശ്യത്തിന് വേണ്ടിയിട്ടാണോ ദിമഷ്കിലേക്ക് വന്നത്? കാരണം ഒരു ഹദീസിന് 1 മാസം യാത്ര ചെയ്ത് വരിക എന്നുള്ളത് അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്. അപ്പൊ വന്ന വ്യക്തി പറഞ്ഞു, ഇല്ല, ഞാൻ കച്ചവടത്തിന് വേണ്ടി വന്നതല്ല, ഞാൻ ഒറ്റ ഹദീസിന് വേണ്ടി വന്നതാണ്. മാ ജിഅ്ത ഇല്ലാ ഫീ തലബി ഹാദൽ ഹദീസ്. അബൂ ദർദ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ആ ഒറ്റ ഹദീസ് തേടിയിട്ടാണോ നീ ഇത്രയും യാത്ര ചെയ്ത് എൻ്റെ അടുക്കലേക്ക് വന്നത്? അദ്ദേഹം പറഞ്ഞു, അതെ. അബൂ ദർദാന് സന്തോഷം കൊണ്ട് മുഖം വിടർന്നു. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസിന് വേണ്ടിയിട്ട് 1 മാസം യാത്ര ചെയ്ത് വരികയാണ്. അതിനേക്കാൾ വലിയ അത്ഭുതം പറയില്ല. അതാണ് ഇൽമിനോടുള്ള സ്നേഹം, അറിവിനോടുള്ള സ്നേഹം. ഇൽമു എന്ന് പറഞ്ഞാൽ ഖുർആനും സുന്നത്തിൻ്റെയും ഇൽമു. ഇത്രയും ത്യാഗം സഹിച്ച് വരാണ്. അന്ന് ഇന്നത്തെ പോലെ സൗകര്യങ്ങളില്ല യാത്രയിൽ. ഒന്ന് ആലോചിക്കണം. അങ്ങനെ യാത്ര ചെയ്തിട്ടാണ് പോകുന്നത്. എന്നിട്ട് പറഞ്ഞു, ഫഇന്നി സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, ആ വന്ന വ്യക്തിക്ക്
സന്തോഷത്തിന് വേണ്ടിയിട്ട്. ആ പ്രവർത്തനം കണ്ടപ്പോൾ അബൂദർദാന് സന്തോഷമായി. അപ്പൊ ആ വന്ന വ്യക്തിക്ക് ഒരു സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമ, ആരെങ്കിലും ഇൽമ് തേടിക്കൊണ്ടൊരു മാർഗത്തിൽ പ്രവേശിച്ചാൽ, ഇൽമ് തേടിക്കൊണ്ട് ഇറങ്ങി പുറപ്പെട്ടാൽ, സലകല്ലാഹു ലഹു ബിഹി ത്വരീഖൻ ഇലൽ ജന്ന, ആ ഇൽമിലൂടെ സ്വർഗത്തിലേക്കുള്ള മാർഗത്തിൽ അള്ളാഹു അവനെ പ്രവേശിപ്പിക്കും. ഇൽമിലൂടെ നമുക്ക് കിട്ടുന്നത് സ്വർഗമാണ്. സ്വർഗത്തിലേക്കുള്ള എളുപ്പ വഴിയാണ് ഇൽമ. കാരണം ദീൻ എന്നുള്ളത് ഖുർആനും സുന്നത്തുമാണ്. അത് കരസ്ഥമാകുന്നത്, അത് കിട്ടുന്നത് ഇൽമിലൂടെയാണ്, പഠിക്കുന്നതിലൂടെയാണ്, പാരമ്പര്യമായിട്ട് കിട്ടുന്നതല്ല. അത് ഖുർആനും സുന്നത്തിൻ്റെയും ഇൽമ്, അതിനെ സംബന്ധിച്ചുള്ള അറിവ്, ദീനിനെ സംബന്ധിച്ചുള്ള അറിവ് പാരമ്പര്യമായി കിട്ടുന്നതല്ല, മറിച്ച് അത് തേടിയെടുക്കണം. തേടി അത് അന്വേഷിച്ച് കണ്ടെത്തി നേടിയെടുക്കേണ്ട സാധനമാണ് ഖുർആന്റെയും സുന്നത്തിൻ്റെയും ഇൽമ്. അങ്ങനെ ആരെങ്കിലും തേടി ഇറങ്ങിയാൽ അതിലൂടെ അള്ളാഹു സ്വർഗത്തിലേക്കുള്ള വഴി അവന് എളുപ്പമാക്കി കൊടുക്കും. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കാണ്. അത് മാത്രമല്ല, വഇന്നൽ മലായികത തളഉ അജ്നിഹതഹാ റിളൻ ലിതാലിബിൽ ഇൽം, ആ ഇൽമ് അന്വേഷിക്കുന്നവൻ ചെയ്യുന്ന ആ പ്രവൃത്തിയുടെ തൃപ്തി കാരണം മലക്കുകൾ അവരുടെ ചിറകുകൾ അവർക്ക് താഴ്ത്തി കൊടുക്കും. അല്ലാഹു റസൂലിന്റെ വാക്കാണ്. വഇന്നൽ ആലിമ ലയസ്തഗ്ഫിറു ലഹു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർദ്, ഒരു ആലിമ്, ഇൽമുള്ള ആൾ, ഖുർആന്റെയും സുന്നത്തിന്റെയും ഇൽമുള്ള ഒരാൾ, ലയസ്തഗ്ഫിറു ലഹു, അവന് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടേയിരിക്കും. എപ്പോ? നിത്യമായി ചെയ്തുകൊണ്ടിരിക്കും. രാവിലെ പകല്, ഒരാഴ്ച, ഒരു മാസം, കണക്കില്ല. ലയസ്തഗ്ഫിറു ലഹു, അവന് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടേയിരിക്കും. മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർദ്, ആകാശ ലോകത്തുള്ള സർവ്വതും ഭൂമി ലോകത്തുള്ള സർവ്വ വസ്തുക്കളും. ആ സ്ഥാനം എന്ന് ആലോചിച്ച് നോക്കിയ. ഒരിക്കലും ഇൽമുള്ള ആളെ സംബന്ധിച്ച് നമ്മൾ കുറ്റം പറയരുത്. ന്യൂനതകൾ ഉണ്ടാവും. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാത്ത എല്ലാ ആദം സന്തതികൾക്കും ന്യൂനതകൾ ഉണ്ടാവും, പോരായ്മകൾ ഉണ്ടാവും. ഇൽമുള്ള ആളെ സംബന്ധിച്ച് നമ്മൾ അവരുടെ ന്യൂനതകൾ പറയരുത്. ദീനിനു വേണ്ടി പ്രവർത്തിക്കുന്ന ആളുടെ ന്യൂനതകൾ പറയരുത്. കാരണം ആകാശ ലോകത്തുള്ളതും ഭൂമി ലോകത്തുള്ളതായ സകല വസ്തുക്കളും അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഏതുവരെ? ഹത്തൽ ഹീതാനു ഫിൽ മാ, വെള്ളത്തിലുള്ള മത്സ്യങ്ങൾ പോലും അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടിരിക്കുന്നു. എത്ര കടലിൽ എത്ര മീനുണ്ടാവും? നിരന്തരം അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടിരിക്കുന്നു അവർക്ക്. വേറൊരു ഹദീസിൽ കാണാം, മുഅല്ലിമിൻ നാസിൽ ഖൈറ, ജനങ്ങൾക്ക് ഖൈർ പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാർ, അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യും. ഉമ്മത്തുള്ള സാധാരണ ആൾക്കാർക്ക് ഖൈർ പറഞ്ഞു കൊടുക്കുന്ന, നന്മ പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാർക്ക്. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വഫദ്ലുൽ ആലിമി അലൽ ആബിദി കഫദ്ലിൽ ഖമരി ലൈലത്തൽ ബദ്രി അലാ സായിരിൽ കവാകിബി. 14 രാവിന്റെ അന്നുള്ള ചന്ദ്രൻ, ആ ചന്ദ്രന് മറ്റുള്ള നക്ഷത്രങ്ങളിൽ നിന്നും എത്രമാത്രം വ്യത്യസ്തതയുണ്ടോ അതേപോലെയാണ് എൻ്റെ ഉമ്മത്തിൽ സാധാരണ ആൾക്കാർക്കിടയിൽ നിന്നും പണ്ഡിതനുള്ള ശ്രേഷ്ഠത, ആലിമിനുള്ള ശ്രേഷ്ഠത എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവർക്ക് സ്ഥാനമുണ്ട്, സമൂഹത്തിൽ സ്ഥാനമുണ്ട് അവർക്ക്, ഇൽമുള്ള ആൾക്കാർക്ക്. അത് നമ്മൾ നൽകണം. ഇൽമ് അത് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും കൊടുക്കൂല. ദാലിക ഫദ്ലുല്ലാഹി യുതീഹി മൻ യശാ, അത് അല്ലാഹുവിന്റെ ഫദ്ലാണ്. അത് അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് മാത്രമേ അല്ലാഹു കൊടുക്കൂ. ഖുർആന്റെയും സുന്നത്തിന്റെയും ഇൽമ് നമുക്ക് ധാരാളം അവസരങ്ങളുണ്ട്, സാഹചര്യങ്ങളുണ്ട്, പഠിക്കാൻ, മനസ്സിലാക്കാൻ ഇഷ്ടംപോലെ സാഹചര്യങ്ങളുടെ അവസരങ്ങളുണ്ട്. അത് ഉപയോഗപ്പെടുത്തുക. ഖുർആനും സുന്നത്തും പഠിക്കുന്നതിൽ നമ്മുടെ സമയം ചെലവഴിക്കുക. അതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു ഇബാദത്ത് ഇല്ല. 5 വക്ത് നിസ്കാരം കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട ഇബാദത്ത് തൊലബുൽ ഇൽം, ഇൽമ് പഠിക്കലാണ്, ഇൽമ് മനസ്സിലാക്കലാണ്, ഖുർആനും സുന്നത്തും മനസ്സിലാക്കലാണ്. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഇന്നൽ ഉലമാഅ വറസത്തുൽ അംബിയാ, ഉലമാക്കൾ നബിമാരുടെ വാരിഥ്യങ്ങളാണ്, അനന്തരാവകാശികളാണ്. അവർ പ്രവാചകനിൽ നിന്നാണ് അനന്തരമെടുത്തത്.
വഇന്നൽ അംബിയാ ലം യുവരിസു ദീനാറൻ വലാ ദിർഹമ. അംബിയാക്കന്മാര് ദിർഹമോ ദീനാറോ അല്ല ബാക്കി വെച്ചത്. അവർ ബാക്കി വെച്ചത് വറസു അൽ ഇൽം, ഖുർആന്റെയും സുന്നത്തിന്റെയും ഇൽമാണ് അവർ ബാക്കി വെച്ചത്. ഫമൻ അഖദഹു അഖദ ബിഹദ്ദിൻ വാഫിർ. ആരെങ്കിലും ആ ഇൽമ് സ്വീകരിക്കുന്നുണ്ടെങ്കിൽ വലിയൊരു ഓഹരി തന്നെ അതിൽ നിന്നും സ്വീകരിക്കണം, നഷ്ടപ്പെടുത്തിക്കൂടാ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹദീസ് അവസാനിപ്പിക്കണം. ഇതാണ് ദീർഘമായൊരു ഹദീസ്. ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദീൻ ഇൽമ് നമ്മളെ തേടി വരൂല, നമ്മൾ അങ്ങോട്ട് ചെല്ലണം. നമ്മൾ അതിനുവേണ്ടി അധ്വാനിക്കണം, അതിനുവേണ്ടി സമയം കണ്ടെത്തണം, പണിയെടുക്കണം. മഹാനായ സഹാബി അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാണ്, വല്ലാഹില്ലദീ ലാ ഇലാഹ ഇല്ലാഹു, അല്ലാഹുവാണ് സത്യം, മാ ഉൻസിലത് സൂറത്തുൻ മിൻ കിതാബില്ലാഹ്, അല്ലാഹുവിന്റെ ഖുർആനിൽ ഒരു സൂറത്തും അവതരിച്ചിട്ടില്ല, ഇല്ലാ വഅന അഅലമു ഐന നസലത്, ആ സൂറത്ത് എവിടെയാണ് ഇറങ്ങിയതെന്ന് എനിക്കറിയാതെ. മുഫസ്സിറാണ്, വലിയ ഖുർആൻ ആലിമുൽ ഖുർആനാണ് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ്, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. ആ സൂറത്ത് എവിടെയാണ് ഇറങ്ങിയതെന്ന് എനിക്കറിയാം. വലാ നസലത് ആയത്തുൻ മിൻ കിതാബില്ലാഹി ഇല്ലാ വഅന അഅലമു ഫീമാ ഉൻസിലത്, ഒരായത്ത് ഖുർആനിൽ അവതരിച്ചിട്ടുണ്ടെങ്കിൽ ആരുടെ വിഷയത്തിലാണ് ആ ആയത്ത് അവതരിച്ചതെന്ന് എനിക്കറിയാതെയില്ല, എല്ലാം എനിക്കറിയാം. വലൗ അഅലമു അഹദൻ അഅലമ മിന്നി ബികിതാബില്ലാഹ്, അല്ലാഹുവിന്റെ ഖുർആന്റെ വിഷയത്തിൽ എന്നേക്കാൾ ഇൽമുള്ള ഒരാൾ ഉണ്ട് എന്ന് എനിക്ക് വിവരം കിട്ടുകയാണെങ്കിൽ തബ്ലുഗുഹു അൽ ഇബ്ലു ലറകിബ്തു ഇലൈഹി, അദ്ദേഹം ഒട്ടകപ്പുറത്ത് സഞ്ചരിച്ച് എത്താൻ മാത്രം ദൂരത്തിലാണ് അദ്ദേഹം ഉള്ളതെങ്കിൽ ലറകിബ്തു ഇലൈഹി, ഞാൻ അദ്ദേഹത്തിലേക്ക് സഞ്ചരിച്ച് പോകുമായിരുന്നു. അത്രയും വലിയ ഇൽമുള്ള ആളാണ് പറയുന്നത്. എന്നേക്കാൾ ഇൽമുള്ള ഒരാളെ കണ്ടാൽ ഞാൻ സഞ്ചരിച്ച് അവിടേക്ക് പോയി ആ ഇൽമു സ്വീകരിക്കുമെന്ന്. ഇപ്പം ഇൽമു നമ്മൾ തേർഡ് തന്നെ വേണം, അതിൻ്റെ പിറകെ പോകണം, എന്നാലും അത് കിട്ടും. അബൂ ദർദാ റളിയല്ലാഹു അൻഹു പറയാണ്, ലൗ അഅയത്നി ആയത്തുൻ മിൻ കിതാബില്ലാഹി, അല്ലാഹുവിന്റെ ഖുർആനിൽ ഒരായത്ത് എനിക്ക് എന്തെങ്കിലും പ്രയാസമായാൽ കിട്ടാതിരുന്നാൽ, ഫലം അജിദ് അഹദൻ യഫ്തഹുഹാ അലയ്യ ഇല്ലാ റജുലുൻ ബിബർക്കിൽ ഗിമാദ്, ബർക്കുൽ ഗിമാദിൽ ഒരു വ്യക്തിയുണ്ട്, ആ വ്യക്തിക്ക് മാത്രമേ അത് അറിയൂ എന്നുണ്ടെങ്കിൽ ഞാൻ അദ്ദേഹത്തിലേക്ക് സഞ്ചരിക്കുമായിരുന്നു. ബർക്കുൽ ഗിമാദ് എന്ന് പറഞ്ഞാൽ യമന്റെ അവസാന ഭാഗം, കടലിന് അടുത്ത ഭാഗം, ഞാൻ അവിടേക്ക് സഞ്ചരിക്കുമായിരുന്നു. സഹാബാക്കളുടെ വാക്കാണിത്. നമ്മളോ പോയിട്ട് അങ്ങ് വീട്ടിലേക്ക് പോയിട്ട് വിളിച്ചാലും ഇതില്ല, ഇറങ്ങി വരൂല ഇൽമു പഠിക്കാൻ. നമ്മൾ അത്രയും വിദൂരത്താണ് സഹാബാക്കളിൽ നിന്ന്. നമ്മൾ ആരെ പോലെ ആകേണ്ടത്? നമ്മുടെ ജീവിതം സഹാബാക്കളെ പോലെ ആകണം. നമ്മുടെ മാതൃക സഹാബാക്കളാണ്, നമ്മുടെ മുൻഗാമികൾ സഹാബാക്കളാണ്. അവർ പോയ സ്വർഗത്തിലേക്ക്, അവർ നയിച്ച പാതയിലൂടെ സഞ്ചരിക്കാൻ ആഗ്രഹിക്കുകയും അത് ചെയ്യുന്നവരാണ് നമ്മൾ. പക്ഷെ നമ്മൾ സഹാബാക്കളിൽ നിന്നും എത്രയോ വിദൂരത്താണ്. ഒന്നും അറിയില്ല, എന്നാലും ഇറങ്ങൂല ഇൽമിന് വേണ്ടിയിട്ട്. സഹാബാക്കളുടെ വാക്കാണ് ഈ പറയുന്നത്. അവരാണ് ഇറങ്ങി പുറപ്പെട്ടത് ഇൽമു പഠിക്കാൻ. വഖറജ മസ്റൂഖുൻ, മസ്റൂഖ് വലിയ മുഫസ്സിറാണ്, താബിഈ പണ്ഡിതനാണ്. അദ്ദേഹം പറയാണ്, അദ്ദേഹം കൂഫയിൽ നിന്നും ബസറയിലേക്ക് പുറപ്പെട്ടു. കൂഫയിൽ നിന്നും ബസറയിലേക്ക് യാത്ര പോയി. ലിറജുലിൻ യസ്അലുഹു അൻ ആയത്തിൻ മിൻ കിതാബില്ലാഹ്, ഖുർആന്റെ ഒരായത്തിന്റെ തഫ്സീർ അന്വേഷിച്ചുകൊണ്ട് കൂഫയിൽ നിന്ന് അദ്ദേഹം ബസറയിലേക്ക് പോയി. ഫലം യജിദ് ഇൻദഹു ഫീഹാ ഇൽമ, അങ്ങനെ ആ വ്യക്തിയുടെ അടുക്കലേക്ക് എത്തി. അവർ ആ ആയത്തിനെ സംബന്ധിച്ച് ചോദിച്ചു, പക്ഷെ അദ്ദേഹത്തിന് ആ ആയത്തിനെ സംബന്ധിച്ചുള്ള ഇൽമില്ല, അദ്ദേഹത്തിന് വിചാരിച്ച ഇൽമ കിട്ടിയില്ല. പക്ഷെ ഷാമിൽ ഇന്നൊരാളുണ്ട്, അദ്ദേഹത്തിന് ഈ ആയത്തിനെ സംബന്ധിച്ച് അറിവുള്ള ആളാണ് എന്ന് വിവരം കിട്ടി. അദ്ദേഹം ബസറയിൽ നിന്നും കൂഫയിലേക്ക് തിരിച്ചു വന്നു. പിന്നീട് അവിടുന്ന് ഷാമിലേക്ക് യാത്ര പോയി. ആ ഇൽമുണ്ട് എന്ന് പറയപ്പെട്ട ആ വ്യക്തിയുടെ അടുക്കിലേക്ക്, ഷാമിലേക്ക് അദ്ദേഹം യാത്ര പോയി. ആര്? മസ്റൂഖ്, അറിയപ്പെട്ട താബിഈ പണ്ഡിതനാണ്, മുഫസ്സിറാണ്. അദ്ദേഹത്തിന്റെ പേരില്ലാത്ത ഒരു തഫ്സീറിന്റെ കിതാബ് ഉണ്ടാവില്ല, അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താത്ത.
ആ വലിയ മഹത്തുക്കളാണ് ഈ രീതിയിൽ ദീർഘമായിട്ട് യാത്ര ചെയ്ത് ഇൽമ അന്വേഷിക്കുന്നത്. നമ്മൾ എത്രയോ പിറകിലാണ്. മാറണം, ചിന്തിക്കണം, പഠിക്കാൻ വേണ്ടി സമയം കണ്ടെത്തണം. ദുനിയാവിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ സമയം കണ്ടെത്തുന്നു, അതിനുവേണ്ടി പ്രയത്നങ്ങൾ ചെയ്യുന്നു, അന്വേഷിക്കുന്നു, തേടുന്നു, കാണേണ്ട ആൾക്കാരെ പോയി കാണുന്നു, നമ്മുടെ സമയം ചെലവഴിക്കുന്നു, സമ്പത്ത് ചെലവഴിക്കുന്നു, ആരോഗ്യം ചെലവഴിക്കുന്നു. ഇൽമിൻ്റെ വിഷയത്തിൽ ദീൻ പഠിക്കാൻ ഇതൊന്നും നാം ചിലവഴിക്കുന്നില്ലെങ്കിൽ നാം ദീനിൽ നിന്നും സഹാബാക്കളിൽ നിന്നും എത്രയോ വിദൂരത്താണ് എന്ന സത്യം നാം ഉൾക്കൊള്ളണം. അത് ഉൾക്കൊള്ളാൻ പെട്ടെന്നൊന്നും കഴിയില്ല. നമ്മളെ വിചാരം നമ്മൾ എവിടെയോ എത്തി എന്നുള്ളതാണ്. ഇതാണ് മുൻഗാമികൾ ഇൽമ് പഠിക്കാൻ നൽകിയ ആവേശവും അവരുടെ സമയവും. അതുപോലെ തന്നെ വേറൊരു ഹദീസ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന മസലൽ ഉലമാഇ ഫിൽ അർളി കമസലിൻ നുജൂമി ഫിസ് സമാ. ഭൂമിയിൽ എൻ്റെ ഉമ്മത്തിൽ ജീവിക്കുന്ന ഉലമാക്കളുടെ ഉപമ എന്നുള്ളത് കമസലിൻ നുജൂമി ഫിസ് സമാ, ആകാശത്തിലെ നക്ഷത്രങ്ങൾക്ക് തുല്യമാണ് അവർ. ആകാശത്തിലെ നക്ഷത്രങ്ങൾക്ക് തുല്യമാണ് എൻ്റെ ഉമ്മത്തിലെ ഉലമാക്കൾ, പണ്ഡിതന്മാർ. യുഹ്തദാ ബിഹാ ഫീ ദുലുമാത്തിൽ ബർരി വൽ ബഹർ. കരയിലും കടലിലുമായിട്ട് രാത്രിയിൽ നക്ഷത്രങ്ങളെ നോക്കി അവർ സഞ്ചാരപഥം സ്വീകരിക്കുന്നു. നക്ഷത്രങ്ങൾക്കൊരു ഗുണമുണ്ട്, അതിനെ നോക്കിയിട്ട് സഞ്ചാരപഥം സ്വീകരിക്കും. ഫഇദാ തുമിസത്തിൻ നുജൂമു ഔശക അൻ തദില്ലൽ ഹുദാ. ആ നക്ഷത്രങ്ങൾ ഇല്ലാതായാൽ, അത് മായ്ക്കപ്പെട്ടാൽ, അതിനെ നോക്കി സഞ്ചാരപഥം സ്വീകരിച്ച ആൾക്കാർക്ക് വഴി തെറ്റാൻ സാധ്യതയുണ്ട്. അതേപോലെയാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചു. ഇതിൽ നക്ഷത്രങ്ങൾക്ക് 3 ഗുണങ്ങളാണ്, 3 കാര്യങ്ങളാണ്. ഒന്ന്, അത് മറ്റുള്ളവർക്ക് മാർഗനിർദ്ദേശം നൽകുന്നു, യാത്ര സൗകര്യം ചെയ്തു കൊടുക്കുന്നു. മുന്നോട്ട് എങ്ങനെയാണ് ജീവിക്കേണ്ടത്, എങ്ങനെയാണ് പോകേണ്ടത്, ഏതാണ് ശരിയായ പാത എന്നുള്ളത് അവർക്ക് നിർണയിച്ചു കൊടുക്കുന്നു. രണ്ടാമത്തത് സീനത്തുൽ ലിസ്സമാ. നക്ഷത്രങ്ങൾ ആകാശത്തിന് ഭംഗിയാണ്, ആകാശത്തിൻ്റെ ഭംഗി അത് വർദ്ധിപ്പിക്കുന്നു. മൂന്നാമത്തത് ശൈത്താനെ അതുകൊണ്ട് ശൈത്താനെ എറിഞ്ഞോടിക്കുന്നു. സൂറത്തുൽ ജിന്നിൽ അല്ലാഹു പറഞ്ഞതുപോലെ നക്ഷത്രങ്ങളെ കൊണ്ട് അല്ലാഹു ശൈത്താന്മാരെ എറിഞ്ഞോടിക്കാണ്, വഹി കട്ടി കേൾക്കാൻ വരുന്ന ശൈത്താന്മാരെ. ഈ 3 കാര്യങ്ങളാണ് നക്ഷത്രങ്ങൾ കൊണ്ടുള്ളത്. ഇത് 3 എൻ്റെ ഉമ്മത്തിലെ ഉലമാക്കളിൽ സമ്മേളിച്ചിരിക്കുന്നു. അവർ ഈ ഉമ്മത്തിന് മാർഗനിർദ്ദേശം നൽകേണ്ടവരാണ്. അവർ ഈ ഉമ്മത്തിൻ്റെ ഭംഗിയാണ് ഉലമാക്കൾ, ഇൽമുള്ള ആൾക്കാർ. അതേപോലെ തന്നെ അവർ പിശാചിൽ നിന്നും ഈ ഉമ്മത്തിനെ കരകയറ്റുന്നവരാണ്, സംരക്ഷിക്കുന്നവരാണ്. ഈ 3 കാര്യങ്ങളും ഉലമാക്കളിലുണ്ട്. വേറൊരു ഹദീസ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇൽമ് ഉയർത്തപ്പെടും, ഈ ഉമ്മത്തിൽ നിന്നും ഇൽമ് ഇല്ലാതാക്കപ്പെടും. ഇന്നല്ലാഹ ലാ യഖ്ബിദുൽ ഇൽമ ഇൻതിസാഅൻ യൻതസിഉഹു മിൻ സുദൂരിർ റിജാൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല പെട്ടെന്ന് മനുഷ്യരുടെ ഹൃദയത്തിൽ നിന്നും ആ ഇൽമിനെ ഊരിയെടുക്കലല്ല, മറിച്ച് വലാകിൻ യുദ്ഹിബുൽ ഇൽമ ബിദഹാബിൽ ഉലമാ. ഇൽമുള്ള ആൾക്കാർ, പണ്ഡിതന്മാരുടെ മരണത്തിലൂടെയാണ് ഈ ഉമ്മത്തിൽ നിന്നും ഇൽമില്ലാതാകുന്നത്. ഒരു വലിയ പണ്ഡിതൻ, ഇൽമുള്ള ആൾ, അദ്ദേഹം മരണപ്പെട്ടാൽ അദ്ദേഹത്തിൻ്റെ പകരം ആ സ്ഥാനത്ത് വെക്കാൻ ഈ ഉമ്മത്തിൽ വേറെ ആളില്ല. ഇന്ന് ഈ ഉമ്മത്തിൽ ആലിമികളുടെ മരണം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, ആലിമികൾ മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് ഈ ഉമ്മത്തിൻ്റെ ഏറ്റവും വലിയ അപകടമാണ്. ഈ ഉമ്മത്തിന് സമ്പത്തിൻ്റെ കുറവില്ല, ആൾബലത്തിൻ്റെ കുറവില്ല. പക്ഷെ ഈ ഉമ്മത്തിനെ മുന്നിൽ നിന്ന് നയിക്കാനുള്ള ഉലമാക്കളുടെ കുറവ്, ആലിമീങ്ങളുടെ കുറവ്, അതാണ് ഈ ഉമ്മത്തിനെ പരിക്കേൽപ്പിക്കുന്ന കുറവ്. മഹാനായ സഹാബി സയ്യിദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു, സഹാബാക്കളിൽ പണ്ഡിതനായിട്ട് അറിയപ്പെട്ട സഹാബിയാണ്. അദ്ദേഹം വഫാത്തായി. അദ്ദേഹത്തിൻ്റെ ജനാസ ഖബറിലേക്ക് എടുത്തു വെക്കാണ് സഹാബാക്കൾ. അപ്പോൾ സഹാബാക്കൾ പറഞ്ഞൊരു വാക്കുണ്ട്, നമ്മൾ ഇന്ന് ഈ ഖബറിലേക്ക് എടുത്തു വെക്കുന്നത് ഒരു വലിയ ഇൽമിൻ്റെ ശേഖരമാണ്, ഒരു വലിയ ഇൽമാണ് നമ്മൾ ഈ എടുത്തു വെക്കുന്നത്. പക്ഷെ നമുക്ക് ഇബ്നു അബ്ബാസ് ഇദ്ദേഹത്തിൻ്റെ പകരക്കാരനാകുമെന്നുള്ള പ്രതീക്ഷ നമുക്കുണ്ട്. സഹാബാക്കൾക്ക് പകരം പറ്റിയ ആൾക്കാർ അന്ന് ജീവിച്ചിരിപ്പുണ്ട്. പക്ഷെ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് ഒരു എല്ലാം അറിയുന്ന ഒരു ആലിം മരണപ്പെട്ടാൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തേക്ക് വരാൻ
കെൽപ്പുള്ള ഇൽമുള്ള ഖുർആനും സുന്നത്തും അഗാധമായ അറിവുള്ള ഒരാൾ നമ്മുടെ സമൂഹത്തിൽ ഇന്നില്ല. അത് സത്യമാണ്, യാഥാർത്ഥ്യമാണത്. അത് ഈ ഉമ്മത്തിന്റെ വലിയ നഷ്ടമാണ്. അങ്ങനെ ഒരു ആലിം അവശേഷിക്കാത്തൊരു സമയം വന്നാൽ ജനങ്ങളുടെ നേതാക്കന്മാരായിട്ട് ജാഹിലീങ്ങളെ സ്വീകരിക്കും. ഫസുഇലു, അങ്ങനെ ദീനിന്റെ വിഷയം അവരോട് ചോദിക്കപ്പെടും. അള്ളാഹുവിന്റെ ദീനിന്റെ വിഷയത്തിൽ ഒരു അറിവുമില്ലാതെ ഒരു അടിസ്ഥാനവുമില്ലാതെ അവർ ഫത്വകൾ നൽകും. ഫദല്ലു വഅദല്ലു, അവർ സ്വയം പിഴക്കുകയും ഈ ഉമ്മത്തിനെ വഴിപിഴപ്പിക്കുകയും ചെയ്യും. ഈ യാഥാർത്ഥ്യമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിന് നൽകിയ മുന്നറിയിപ്പാണ്. അതുകൊണ്ട് ഇൽമിനെ പ്രോത്സാഹിപ്പിക്കുക, ഇൽമിന്റെ സദസ്സുകളിൽ പങ്കെടുക്കുക. ഇൽമിന്റെ സദസ്സ് അത് വലിയ മഹത്തരമാക്കപ്പെട്ട സദസ്സാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ എവിടെയെങ്കിലും സ്വർഗത്തിലെ പൂന്തോപ്പുകൾ കണ്ടാൽ നിങ്ങൾ അവിടെ കയറി ശരിക്കും മേനിട്ട് പോവുക. സഹാബാക്കൾ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, എന്താണ് ഈ സ്വർഗത്തിലെ പൂന്തോപ്പ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മജാലിസു ദിക്ർ, അത് ഇൽമിന്റെ സദസ്സാണ്. ഇൽമിന്റെ സദസ്സ് നഷ്ടപ്പെടുത്തിക്കൂടാ. ഒരു ഹദീസ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്ന ലില്ലാഹി മലായികതൻ, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ചില മലക്കുകളുണ്ട്. ഫിത്തുറുഖി യൽമിസൂന അഹ്ലൽ ദിക്ർ, അവർ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും ഭൂമിയിൽ. അവർ ഇങ്ങനെ ദിക്റിന്റെ ആൾക്കാരെ സംബന്ധിച്ച് ഇൽമിന്റെ മജ്ലിസ് അന്വേഷിച്ച് ഭൂമിയിൽ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും. ഫഇദാ വജദു ഖൗമൻ യദ്കുറൂന അല്ലാഹ, അങ്ങനെ അവർ ഒരുമിച്ച് കൂടിയിരുന്ന് അള്ളാഹുവിനെ സംബന്ധിച്ച് പറയുന്ന ഇൽമിന്റെ സദസ്സ്, ദിക്റിന്റെ സദസ്സ് കണ്ടാൽ ഹലുമ്മു ഇലാ ഹാജത്തിക്കും, അവരെല്ലാ മലക്കുകളെയും ഒരുമിച്ച് കൂട്ടും. ആ മലക്കുകളൊക്കെ ആ ഇൽമിന്റെ സദസ്സിൽ ഒരുമിച്ച് കൂടും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫയഹുഫൂനഹും ബിഅജ്നിഹതിഹിം ഇലസ് സമാഇദ് ദുനിയ, അങ്ങനെ ആ ഒരു ചെറിയൊരു സദസ്സിനെ, ഇൽമിന്റെ സദസ്സിനെ അവർ ചിറകുകൾ കൊണ്ട് പൊതിയും. അങ്ങനെ പൊതിഞ്ഞത് ആകാശം മുട്ടക്കണക്ക് അവർ ആ മലക്കൾ അവർക്ക് മുമ്പിൽ പൊതിയും. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫയസ്അലുഹും റബ്ബുഹും വഹുവ അഅലമു മിൻഹും, ആ മലക്കുകളോട് ആ ഇൽമിന്റെ സദസ്സിലിരിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ച് അള്ളാഹു ചോദിക്കും. അള്ളാഹുവിന് അറിയാം അവരെ സംബന്ധിച്ച്, പക്ഷെ എന്നാലും അള്ളാഹു മലക്കുകളോട് ചോദിക്കും, മാ യഖൂലു ഇബാദി, എൻ്റെ അടിമകൾ എന്താണ് പറയുന്നത്? ഒരുമിച്ച് കൂടി ഇരുന്നിട്ട് അവർ എന്താണ് സംസാരിക്കുന്നത്, എന്താണ് അവർ പറയുന്നത്? ഖാലു, മലക്കുകൾ പറയും, യഖൂലൂന യുസബ്ബിഹൂനക വയുകബ്ബിറൂനക വയഹ്മദൂനക, അല്ലാഹുവേ, അവർ നിന്നെ തസ്ബീഹ് ചെയ്യാൻ, നിന്നെ പുകഴ്ത്താൻ, നിന്റെ തസ്ബീഹാണ് അവർ പറയുന്നത്. വയുകബ്ബിറൂനക, നിന്നെ മഹത്വപ്പെടുത്താൻ. വയഹ്മദൂനക, നിന്നെ സ്തുതിക്കുകയാണ്. വയുമജ്ജിദൂനക, അവർ നിന്നെ വാനോളം പുകഴ്ത്തുകയാണ്. അല്ലാഹുവേ, ഇത് പറഞ്ഞപ്പോൾ അല്ലാഹു പറയും, ഫയഖൂൽ ഹൽ റഅൗനി, ആ അടിമകൾ എന്നെ കണ്ടിട്ടുണ്ടോ? മലക്കൾ പറയും, ഫയഖൂലൂന ലാ വല്ലാഹി മാ റഅൗക, അല്ലാഹുവേ, അവർ ഒരിക്കലും നിന്നെ കണ്ടിട്ടില്ല. ഖാല ഫയഖൂലു വകൈഫ ലൗ റഅൗനി, മലക്കുകളെ, അവർ എന്നെ കണ്ടാൽ അവരെങ്ങനെയായിരിക്കും? എന്നെ കാണാതെ അവർ എന്നെ സംബന്ധിച്ച് ഇങ്ങനെ പറയുന്നു, വാതോരാതെ എന്നോട് എന്നെ പറ്റി സംസാരിക്കുന്നു. അവർ എന്നെ കണ്ടിരുന്നെങ്കിൽ അവർ എങ്ങനെയായിരിക്കും? മലക്കൾ പറയും, ലൗ റഅൗക, അല്ലാഹുവേ, അവർ നിന്നെ കണ്ടിരുന്നെങ്കിൽ, കാനു അശദ്ദ ലക ഇബാദതൻ, ഇപ്പൊ ചെയ്യുന്നതിനേക്കാൾ ശക്തമായിട്ട് അവർ നിനക്ക് വേണ്ടി ഇബാദത്ത് ചെയ്യും. വഅശദ്ദ ലക തംജീദൻ വതഹ്മീദൻ വഅക്തറക ലതസ്ബീഹ, ഇതിനേക്കാൾ ശക്തമായിട്ട് നിനക്ക് ഹംദ് പറയും, തസ്ബീഹ് പറയും, നിനക്ക് വേണ്ടി തക്ബീർ അവർ പറയും. അപ്പൊ അല്ലാഹു ചോദിക്കും, ഫമാ യസ്അലൂനി, എൻ്റെ അടിമകൾ എന്താണ് എന്നോട് ചോദിക്കുന്നത്? അവർ ഒരുമിച്ച് കൂടി ഇരുന്ന് എന്നെ സംബന്ധിച്ച് പറഞ്ഞ് അവർ എന്താണ് എന്നോട് ആവശ്യപ്പെടുന്നത്? അവരുടെ ആഗ്രഹം എന്താണ്? മലക്കൾ പറയും, യസ്അലൂനകൽ ജന്ന, അല്ലാഹുവേ, അവർ നിന്നോട് സ്വർഗമാണ് ചോദിക്കുന്നത്. അവർക്ക് വേറൊന്നും വേണ്ട, അവർ നിന്നോട് സ്വർഗമാണ് ചോദിക്കുന്നത്. യഖൂലു, ആ സമയത്ത് അല്ലാഹു ചോദിക്കും, വഹൽ റഅൗഹ, ആ അടിമകൾ സ്വർഗം കണ്ടിട്ടുണ്ടോ? മലക്കൾ പറയും, യഖൂലൂൻ ലാ വല്ലാഹി യാ റബ്ബി മാ റഅൗഹ, അല്ലാഹുവേ, അവരതിനെ കണ്ടിട്ടില്ല, സ്വർഗത്തെ സംബന്ധിച്ച് അവർ കണ്ടിട്ടില്ല. ഖുർആനിലും ഹദീസിലൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടതല്ലാതെ അവർ ആ സ്വർഗത്തിനെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല. ഖാലു, അപ്പോൾ മലക്കുകൾ അല്ലാഹു ചോദിക്കും, ഫകൈഫ ലൗ അന്നഹും റഅൗഹ, മലക്കുകളെ,
അവരെങ്ങാനും ആ സ്വർഗത്തിനെ കണ്ടിട്ടുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും? അപ്പോൾ മലക്കുകൾ പറയും, ലൗ അന്നഹും റഅൗഹ, അല്ലാഹുവേ അവർ കണ്ണുകൊണ്ട് സ്വർഗത്തെ കണ്ടിരുന്നെങ്കിൽ കാനൂ അശദ്ദ അലൈഹാ ഹിർസ, ഇപ്പം കാണിക്കുന്നതിനേക്കാൾ താല്പര്യം അവർ ആ സ്വർഗത്തിനോട് കാണിക്കുമായിരുന്നു. വ അശദ്ദ ലഹാ തലബ, ഇപ്പം നിന്നോട് ചോദിക്കുന്നതിനേക്കാൾ ശക്തമായിട്ട് ആ സ്വർഗത്തെ അവർ നിന്നോട് തേടിക്കൊണ്ടിരിക്കും. വ അഅ്ലമ ഫീഹാ റഗ്ബ, ആ സ്വർഗത്തെ അതിയായിട്ട് അവർ ആഗ്രഹിക്കും, അതിൽ താല്പര്യം കാണിക്കും. അപ്പൊ അല്ലാഹു ചോദിക്കും, ഫമിമ്മ യതഅവ്വദൂൻ, മലക്കുകളെ, ആ അടിമകൾ എന്തിൽ നിന്നാണ് എന്നോട് അഭയം തേടുന്നത്, എന്തിൽ നിന്നാണ് എന്നോട് രക്ഷ തേടുന്നത്? ഖാല, മലക്കുകൾ പറയും, മിനന്നാരി, അല്ലാഹുവേ നരകത്തിൽ നിന്നാണ് അവർ നിന്നോട് രക്ഷ തേടുന്നത്, അവർക്ക് അഭയം വേണ്ടത് നരകത്തിൽ നിന്നാണ്. അല്ലാഹു പറയും, വഹൽ റഅൗഹ, ആ നരകത്തിന് അവർ കണ്ടിട്ടുണ്ടോ? ഖാല, മലക്കുകൾ പറയും, ല വല്ലാഹി യാ റബ്ബി മാ റഅൗഹ, അവർ ആ നരകത്തിനെ കണ്ടിട്ടില്ല. ഖുർആനിലും ഹദീസിലും പറയുന്നത് കേട്ടിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്, പക്ഷെ അവർ ആ നരകത്തിനെ കണ്ടിട്ടില്ല. അപ്പൊ അല്ലാഹു പറയും, ഫകൈഫ ലൗ റഅൗഹ, മലക്കുകളെ, ആ അടിമകൾ നരകത്തിനെ കണ്ടിരുന്നെങ്കിൽ അവർ എന്താണ് ചെയ്യുക? മലക്കുകൾ പറയും, ലൗ റഅൗഹ കാനൂ അശദ്ദ മിൻഹാ ഫിറാറ, അവരെങ്ങാനും കണ്ണുകൊണ്ട് നരകത്തെ കണ്ടിരുന്നെങ്കിൽ ഇതിനേക്കാൾ ശക്തമായ രീതിയിൽ അതിൽ നിന്നും ഓടി അകലുമായിരുന്നു. വ അശദ്ദ ലഹാ മഖാഫതൻ, ഇപ്പം പേടിക്കുന്നതിനേക്കാൾ ശക്തിയായിട്ട് അവർ നരകത്തെ പേടിക്കുമായിരുന്നു. ഫയഖൂൽ, അപ്പോൾ അല്ലാഹു പറയുന്നൊരു മറുപടി, ഫഉശ്ഹിദുക്കും, മലക്കുകളെ ഞാൻ നിങ്ങളെ സാക്ഷി നിർത്തുകയാണ്, അന്നീ ഖദ് ഗഫർതു ലഹും, ഞാൻ ആ അടിമകൾക്ക് പുറത്തു കൊടുത്തിരിക്കും. അല്ലാഹു മലക്കുകളെ സാക്ഷി നിർത്തിയിട്ട് ആ അടിമകൾക്ക് പുറത്തു കൊടുക്കും, ഇൽമിന്റെ സദസ്സിൽ ഇരുന്ന ആൾക്കാർക്ക്. ഖാല ഫയഖൂലു മലകും മിനൽ മലായിക, അല്ലാഹു മലക്കുകളെ സാക്ഷി നിർത്തിയിട്ട് ആ അടിമകൾക്ക് പുറത്തു കൊടുക്കണം. അപ്പം കൂട്ടത്തിൽ നിന്നൊരു മലക്ക് പറയും, യാ അല്ലാഹ്, അല്ലാഹുവേ ഫീഹിം ഫുലാനുൻ ലൈസ മിൻഹും ഇന്നഹാ ജാഅ ലിഹാജത്തിൻ, അല്ലാഹുവേ അവരുടെ കൂട്ടത്തിൽ അവരിൽ പെടാത്തൊരാളുണ്ട്. ഇന്നമാ ജാഅ ലിഹാജത്തിൻ, അവർ വേറെന്തോ ഒരാവശ്യത്തിന് വേണ്ടി വന്നതാണ്, അങ്ങനെ ആ സദസ്സിൽ പെട്ടുപോയതാണ്. അങ്ങനെ ആൾക്കാരുണ്ടല്ലോ, ആ സദസ്സ് ലക്ഷ്യം വെച്ച് വന്നതല്ല, വേറെന്തോ ആവശ്യത്തിന് വന്നപ്പോൾ അതിൽ പെട്ടുപോയതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, ഹുമുൽ ജുലസാഉ ലാ യഷ്ഖാ ബിഹിം ജലീസുഹും, അവരുടെ പ്രത്യേകത അവരുടെ കൂട്ടത്തിൽ ഇരിക്കുന്നവർ പോലും പരാജയപ്പെടുകയില്ല. അതാണ് ഇൽമിന്റെ ശ്രേഷ്ഠത, ഇൽമിന്റെ ഫضില്. അവരുടെ കൂടെ കൂടുന്നവർ പോലും പരാജയപ്പെടുകയില്ല. അപ്പൊ അതിന്റെ ആൾക്കാരെങ്ങനെയായിരിക്കും? ഒരിക്കലും പരാജയപ്പെടില്ല. ഖുർആന്റെയും സുന്നത്തിന്റെയും യഥാർത്ഥ ഇൽമുള്ള ഒരാള് ഒരിക്കലും പരാജയപ്പെടൂല. അവന്റെ കൂടെ കൂടുന്നവർക്കും വിജയിക്കും, അവരും പരാജയപ്പെടൂല. അതാണ് ഇൽമിന്റെ ഫضില്, ഇൽമിന്റെ മജ്ലിസിലുള്ള ഫضില്. ആ ഒരു ഫضിൽ നമ്മൾ കാത്തു സൂക്ഷിക്കണം. നമുക്ക് അവസരങ്ങളുണ്ട്, അത് ഉപയോഗപ്പെടുത്തണം. ആഴ്ചയിൽ ഒരു ദിവസം, ആഴ്ചയിൽ 2 ദിവസമാണെങ്കിൽ 2 ദിവസം. മറ്റെല്ലാ ദിവസവും നമ്മൾ ദുനിയാവിന്റെ പിറകെ ഓടുകയാണ്, ദുനിയാവ് വാരിക്കൂട്ടാൻ പോവാണ്. ആ 2 ദിവസമെങ്കിലും ഇൽമിന്റെ സദസ്സിൽ പങ്കെടുത്ത് ഖുർആന്റെയും ഹദീസിന്റെയും ഇൽമുകൾ പഠിക്കാൻ നാം സമയം കണ്ടെത്തണം, സന്നദ്ധരാകണം. ഇല്ലെങ്കിൽ വലിയ നഷ്ടമാണത്. ഇല്ലെങ്കിൽ നസ്രാണികളെ സംബന്ധിച്ചും യഹൂദരെ സംബന്ധിച്ചും പറഞ്ഞൊരു വാക്കുണ്ട്, അവരുടെ അടുക്കൽ തൗറാത്തും ഇഞ്ചീലും അവരുടെ കയ്യിലുണ്ട്, പക്ഷെ അതവർക്ക് ഉപകാരപ്പെട്ടില്ല. അവരത് പഠിക്കേണ്ടതുപോലെ പഠിച്ചില്ല. ഈ ഉമ്മത്തിന്റെ കയ്യിൽ ഖുർആനും ഹദീസും ഉണ്ട്, പക്ഷെ അതവർക്ക് ഉപകാരപ്പെട്ടില്ല എന്നൊരവസ്ഥയിലേക്ക് നാം എത്തരുത്. ഏറ്റവും മഹത്തായ കാര്യം നമ്മുടെ കയ്യിലുണ്ട്, ലൈലുഹ കനഹാരിഹ, അതിന്റെ രാത്രികൾ പകല് പോലെ വെട്ടിത്തിളങ്ങുന്നതാണ്. ലാ യസീഗു അൻഹാ ഇല്ലാ ഹാലികുൻ, നശിച്ചവനല്ലാതെ അതിൽ നിന്നും തെറ്റിപ്പോവുകയില്ല എന്ന് റസൂല് പരിചയപ്പെടുത്തിയ ആ 2 സാധനം നമ്മുടെ മുമ്പിലുണ്ട്. എന്നിട്ടും അതിൽ നിന്നൊരു ഉപകാരം നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നാം എത്രയോ ഹതഭാഗ്യവാന്മാരാണ്, തൗഫീഖില്ലാതെ പോയിരിക്കുന്നവരാണ്. ഖുർആൻ നമ്മുടെ കയ്യിലുണ്ട്, സുന്നത്ത് നമ്മുടെ കയ്യിലുണ്ട്, അതിൻ്റെ സദസ്സുകളുണ്ട്, ഇൽമിൻ്റെ സദസ്സുകളുണ്ട്. അതൊന്നും ഉപയോഗപ്പെടുത്താൻ കഴിയാതെ, പ്രയോജനപ്പെടുത്താൻ കഴിയാത്തൊരവസ്ഥ നമുക്കുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളുക, ഇൽമിൻ്റെ സദസ്സിൽ നിന്നും അള്ളാഹുവിൻ്റെ തൗഫീഖ് നമുക്കില്ലാതായിരിക്കുന്നു, നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. ഖുർആനും ഹദീസും മനസ്സിലാക്കാനുള്ള ആ തൗഫീഖ് അള്ളാഹു നമ്മിൽ നിന്നും ഇല്ലാതാക്കിയിരിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യം മനസ്സിലാക്കുക, പങ്കെടുക്കുക, നഷ്ടപ്പെടുത്തിക്കൂടാ.
ഖുർആനും ഹദീസിൻ്റെ ഇൽമ് നമ്മളിൽ നിന്ന് അല്ലാഹു തട്ടിക്കളയുകയാണെങ്കിൽ അതിനേക്കാൾ നിർഭാഗ്യം വേറെ ഉണ്ടാവില്ല. അതുകൊണ്ട് ഇൽമിൻ്റെ സദസ്സ് അതിൻ്റെതായ ഗൗരവത്തിൽ നാം പങ്കെടുക്കുക, അതിൻ്റെതായ അദബുകൾ പാലിച്ച് സദസ്സുകൾ പങ്കെടുക്കുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ സൂചിപ്പിക്കുകയാണ്, ഇന്ന അഖ്വാമൻ യഖറഊനൽ ഖുർആൻ, കുറച്ച് വിഭാഗം ആൾക്കാരുണ്ട്, അവർ ഖുർആൻ ഓതുന്നുണ്ട്, ലാ യുജാവിസു തറാഖിയഹും, പക്ഷെ ആ ഖുർആൻ അവരുടെ തൊണ്ടക്കുഴി വിട്ട് താഴേക്ക് ഇറങ്ങുന്നില്ല. നമ്മുടെ അവസ്ഥ അതല്ല. എത്രയോ പ്രാവശ്യം ഈ പ്രായത്തിനിടയിൽ നമ്മൾ ഖുർആൻ ഖത്തം ഓതി തീർത്തിട്ടുണ്ട്. സൂറത്തുൽ ഫാത്തിഹയിലെങ്കിലും അള്ളാഹു എന്താണ് നമ്മളോട് പറയുന്നതെന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ, ഇത്രയും സൂറത്തുണ്ടായിട്ട് 114 സൂറത്തുണ്ടായിട്ട് ആ സൂറത്തുകളിലൂടെ അള്ളാഹു എന്താണ് നമ്മോട് പറയുന്നത്, എന്താണ് നമ്മോട് ആവശ്യപ്പെടുന്നത് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ, ഈ പറഞ്ഞ ആൾക്കാരുടെ കൂട്ടത്തിൽ നമ്മൾ ഖുർആൻ ഓതുന്നുണ്ട്, പക്ഷെ തൊണ്ടക്കുഴി വിട്ട് താഴേക്കത് ഇറങ്ങുന്നില്ല. വലാകിൻ ഇദാ വഖഅ ഫിൽ ഖൽബ്, പക്ഷെ ആ ഖുർആൻ നമ്മുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഫറസഖ ഫീഹി വനഫഅ, എന്നാലേ ആ ഖുർആനെ കൊണ്ട് പ്രയോജനം നമുക്ക് കിട്ടൂ, നമ്മുടെ ജീവിതത്തിന് പരിവർത്തനം ഉണ്ടാവുള്ളൂ. പഠിക്കണം, പഠിച്ചാലത് തിരിയില്ല. അല്ലെങ്കിൽ യഹൂദികളും നസ്രാണികളും തൗറാത്തും ഇഞ്ചീലും ഓതി തീർത്തതുപോലെ ഇങ്ങനെ ഓതി തീർക്കാന്നല്ലാതെ എന്താണ് ഈ പറയുന്നതെന്ന് മനസ്സിലാകാത്തൊരു സമൂഹമായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറഞ്ഞ ഹദീസിലൂടെ നമ്മളെ സൂചിപ്പിച്ച ഖുർആൻ നാവ് കൊണ്ട് ഓതുന്നുണ്ട്, പക്ഷെ അത് ഹൃദയത്തിലേക്ക് ഇറങ്ങുന്നില്ല എന്നൊരു വിഭാഗം, ആ ഒരു വിഭാഗത്തിൽ നാം ആയിപ്പോകും. അതുകൊണ്ട് ഉപയോഗപ്പെടുത്തുക, അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും ദുആ ചെയ്യുമായിരുന്നു, അല്ലാഹുമ്മ ഇന്നി അഊദു ബില്ലാഹി മിൻ ഇൽമിൻ ലാ യൻഫഅ വമിൻ ഖൽബിൻ ലാ യഖ്ശ, അല്ലാഹുവേ ഉപകാരമില്ലാത്ത ഇൽമിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം തേടുന്നു, അതുപോലെ തന്നെ അള്ളാഹുവിനെ പേടിക്കാത്ത ഹൃദയത്തിൽ നിന്നും ഞാൻ നിന്നോട് അഭയം തേടുന്നു. മറ്റൊരു ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന്നഹു കാന യസ്അലുല്ലാഹ ഇൽമൻ നാഫിഅ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് നാഫിആയ ഇൽമിനെ ചോദിക്കുമായിരുന്നു. നാഫിആയ ഇൽമ് എന്ന് പറഞ്ഞാൽ പഠിക്കുകയും അത് അമൽ ചെയ്യാൻ കഴിയുകയും ചെയ്യുക, അതാണ് നാഫിആയ ഇൽമ്. അൽ ഇൽമു വൽ അമൽ, ഈ രണ്ടും കൂടുമ്പോഴാണ് ഒരു ഇൽമ് നാഫിഅ എന്നത്. യഹൂദികൾ തൗറാത്ത് മുഴുവൻ പഠിച്ച ആൾക്കാരുണ്ട്, അവർ അതനുസരിച്ച് അമൽ ചെയ്തില്ല. നസ്രാണികൾ ഇഞ്ചീൽ പഠിച്ച ആൾക്കാരുണ്ട്, അതനുസരിച്ച് അവർ അമൽ ചെയ്തില്ല, അതുകൊണ്ട് അവർക്ക് ഉപകാരപ്പെട്ടില്ല. ഇൽമ് ഉപകാരപ്പെടുന്നപ്പോഴാണ് അത് പഠിക്കുകയും അതനുസരിച്ച് അമൽ ചെയ്യുമ്പോഴുമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സലുല്ലാഹ ഇൽമൻ നാഫിഅ, നിങ്ങൾ അല്ലാഹുവിനോട് നാഫിആയ ഇൽമിനെ തേടുക. വതഅവ്വദു ബില്ലാഹി മിൻ ഇൽമിൻ ലാ യൻഫഅ, ഉപകാരമില്ലാത്ത ഇൽമിൽ നിന്നും നിങ്ങൾ അല്ലാഹുവിനോട് അഭയം തേടുകയും ചെയ്യുക. ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പഠിച്ചാൽ അതനുസരിച്ച് അമൽ ചെയ്യണം. ഇങ്ങനെ പഠിച്ചു വെച്ച് കുറേ മനസ്സിലാക്കി പക്ഷെ അതൊന്നും ജീവിതത്തിലില്ലെങ്കിൽ പ്രയോജനമില്ല, ആ ഇൽമ് ഉപകാരപ്പെടില്ല. പഠിച്ചതനുസരിച്ച് അമൽ ചെയ്യുമ്പോഴാണ് നമ്മുടെ ഇൽമ് നമുക്ക് ഉപകാരപ്പെടുന്നത്. അതുകൊണ്ട് ഇൽമിൻ്റെ സദസ്സ് നഷ്ടപ്പെടുത്തിക്കൂടാ. ആഴ്ചയിൽ കുറച്ച് ദിവസമെങ്കിലും ഇൽമുമായി ബന്ധപ്പെടുക, ഖുർആനും ഹദീസുമായി ബന്ധപ്പെടുക, അതിന് അവസരങ്ങൾ ഉണ്ടാക്കുക, അത് ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തുക, എന്നാൽ രക്ഷപ്പെട്ടു. അവസരങ്ങൾ ഉണ്ടായിട്ട് അത് ഉപയോഗപ്പെടുത്താൻ കഴിയുന്നില്ലെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളുക, അതിൻ്റെ തൗഫീഖ് അള്ളാഹു നമ്മളിൽ നിന്നും എടുത്തു കളഞ്ഞിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക. അത് ഒരു മനുഷ്യൻ്റെ അധപ്പതനത്തിൻ്റെ തുടക്കമാണ്. ഒരു മനുഷ്യൻ ദലാലത്തിലാകുന്നതിൻ്റെ തുടക്കമായിരിക്കും ഇൽമിൻ്റെ സദസ്സിൽ നിന്നും അവൻ അകറ്റപ്പെടുക എന്നുള്ളത്. വളരെ ഗൗരവത്തിൽ സൂക്ഷിക്കുക. എല്ലാവരും വിളിച്ചു കൂട്ടുക, കഴിയുന്ന പരമാവധി ആൾക്കാരെ കൂട്ടുക, കൂട്ടുകാരെ ബന്ധപ്പെടുക, അവരെയും ചേർത്ത് ഇൽമിൻ്റെ സദസ്സിലേക്ക് കൊണ്ടുവരിക. മരിക്കുന്നതിൻ്റെ മുമ്പ് എന്തെങ്കിലും ഒന്ന് ബാക്കിയാക്കുക. അല്ലാഹു സൂറത്ത് യാസീൻ പറഞ്ഞില്ലേ, ഇന്നാ നഹ്നു നുഹ്യിൽ മൗത വനക്തുബു മാ ഖദ്ദമു വആഥാറഹും വകുല്ല ശൈഇൻ അഹ്സൈനാഹു ഫീ ഇമാമിൻ മുബീൻ. ഇന്നാ നഹ്നു നുഹ്യിൽ മൗത, മരണപ്പെട്ടവരെ നാം ജീവിപ്പിക്കും, ആഖിറത്തിൽ എല്ലാവരെയും നാം കൊണ്ടുവരും. വനക്തുബു മാ ഖദ്ദമു, അവർ ചെയ്ത ഇബാദത്തുകൾ, അവർ നാളേക്ക് വേണ്ടി ചെയ്തു വെച്ചത്, അത് നാം രേഖപ്പെടുത്തും. വആഥാറഹും, അതിൻ്റെ ബാക്കി, അവർ അമൽ ചെയ്തതിൻ്റെ ബാക്കി അവരുടെ മരണശേഷവും അള്ളാഹു രേഖപ്പെടുത്തുന്നുണ്ട്. നമ്മുടെ അസറുകൾ ബാക്കിയായി പോകണം.
അസറുകൾ ബാക്കിയാക്കാൻ ഏറ്റവും നല്ലത് ഇൽമുൻ നാഫിആയ ഇൽമാണ്. അത് പറഞ്ഞു കൊടുക്കുക, അതിനുവേണ്ടി സാഹചര്യങ്ങൾ ഉണ്ടാക്കുക, സൗകര്യങ്ങൾ ഉണ്ടാക്കുക, ആൾക്കാരെ കൂട്ടുക, ആൾക്കാർക്ക് ഇൽമു പറഞ്ഞു കൊടുക്കുക. അതൊക്കെ നാളെ ആഖിറത്തിൽ ബാക്കിയാകുന്ന വലിയൊരു ഇൽമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരടിമ മരണപ്പെട്ട പ്രധാനമായിട്ടും അവന് ബാക്കിയാകുന്നത് ഇൽമുൻ യന്തശിറുഹു വയന്തഫിഉ ബിഹി, അവന്റെ ഇൽമാണ്. അവനക്ക് അത് ഉപകാരം ഉണ്ടാവുകയും ചെയ്തു, അവനത് ജനങ്ങളിൽ പ്രചരിപ്പിക്കുകയും ചെയ്തു. അങ്ങനെയുള്ള ഇൽമാണ് ഒരാൾക്ക് ഉപകാരപ്പെടുന്നത് മരണശേഷം. അതുകൊണ്ട് മരണത്തിന് മുമ്പായിട്ട് എന്ത് ചെയ്യുക? മരണത്തിന് ശേഷം എന്തെങ്കിലും ഒന്ന് ബാക്കിയാക്കുക. കുറേ ആൾക്കാരുണ്ട്, ജീവിച്ചു, കുടുംബത്തിന് വേണ്ടി ജീവിച്ചു, മക്കളെ നല്ല രീതിയിൽ വളർത്തി, അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു, കുടുംബത്തിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു. അങ്ങനെ മരണപ്പെട്ടു. 2 ആഴ്ചക്കുള്ളിൽ മക്കളും ഭാര്യയും എല്ലാവരും മറന്നു. അങ്ങനെ ചരിത്രത്തിൽ ഒരു പേരും അഡ്രസ്സില്ലാതെ കുറേ ആൾക്കാർ ജീവിച്ച് മരിച്ചു പോയിട്ടുണ്ട്, ഒന്നും ബാക്കിയാക്കാതെ. അവർ ജീവിച്ചത് ദുനിയാവിനായിരുന്നു. ദുനിയാവ് കുറേ ഉണ്ടാക്കിയിട്ടുണ്ട്, മരണപ്പെട്ടു, മരണത്തോടുകൂടി എല്ലാം കഴിഞ്ഞു. അവരുടെ പേരുകൾ പറയപ്പെടാത്ത രീതിയിൽ അവർ മായിക്കപ്പെട്ടു ചരിത്രത്തിൽ നിന്ന്. ഇന്നലെ അങ്ങനത്തെ ഒരാൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പോലും ആർക്കും ഓർമ്മയില്ല. ആ രീതിയിൽ അവർ മണ്ണോട് ചേർന്നു. പക്ഷെ മറ്റു ചിലരുണ്ട് ജീവിച്ചിപ്പെട്ടു, അവർ മരണപ്പെട്ടു. പക്ഷെ അവർ ഇന്നും മുഅ്മിനീങ്ങളുടെ ഹൃദയത്തിൽ ജീവിച്ചിരിക്കുന്നു, മുഅ്മിനീങ്ങളുടെ നാവിലൂടെ അവർ ജീവിച്ചിരിക്കുന്നു. ഓരോ ദിവസം അവർക്ക് വേണ്ടിയുള്ള ഇസ്തിഗ്ഫാറുണ്ട്, ഓരോ ദിവസം അവർക്ക് വേണ്ടിയുള്ള റഹ്മത്തിനെ തേടുന്നുണ്ട് അള്ളാഹുവിനോട്. അവർക്ക് വേണ്ടിയുള്ള ദുആ മുഅ്മിനിന്റെ ഹൃദയത്തിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നു ഓരോ സെക്കൻഡിലും. അവരാണ് അസറുകൾ ബാക്കിയാക്കിയ ആൾക്കാർ. മഹാനായ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം ജീവിച്ചു മരിച്ചു, പക്ഷെ അദ്ദേഹം ഇന്നും ഈ ഉമ്മത്തിൽ ജീവിച്ചിരിപ്പുണ്ട്. മുഅ്മിനീങ്ങളുടെ മനസ്സിൽ അദ്ദേഹം ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. ഒരു ദിവസം പോലും കടന്നു പോകുന്നില്ല അദ്ദേഹത്തിന്റെ പേരിൽ ഒരു മുഅ്മിൻ ദുആ ചെയ്യാതെ. അതാണ് ഇൽമിന്റെ ഫضل. ഇമാം മാലിക് റഹിമഹുല്ലാഹ്, ഇമാം ശാഫിഈ, ഇമാം അഹ്മദ് ബിൻ ഹംബൽ അത്രയും പ്രയാസങ്ങൾ സഹിച്ചു, ജയിലിൽ അകപ്പെട്ടു. ആ ജയിലിൽ അടക്കുകയും പ്രയാസപ്പെടുത്തുകയും രാജാവ്, ആ രാജാവിന് ഏതോ ചരിത്രത്തിൽ അന്ധകാരത്തിൽ മറന്നുപോയി. ആരും ഓർക്കുന്നില്ല, ആരും പറയുന്നില്ല, ആരും അദ്ദേഹത്തെ ഓർക്കുന്നില്ല, അദ്ദേഹത്തിനോട് ദുആ ചെയ്യുന്നില്ല. പക്ഷെ ഇമാം അഹ്മദ് ബിൻ ഹംബൽ ഇന്നും ഓരോ ദിവസവും ഓരോ വീടുകളിൽ നിന്നും ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതാണ് ഇൽമിന്റെ ഇത് ബാക്കിയാക്കി പോയവർ. മഹാനായ സഹാബി അമ്മാർ ബിൻ യാസിർ റളിയല്ലാഹു അൻഹു, ചേർത്ത് പറയാൻ ഒരു കുടുംബ പേര് പോലും ഇല്ലാത്ത സഹാബിയാണ്. ഒന്നുമില്ല, ദുനിയാവിൽ ഒന്നുമില്ല, ഒരു സ്ഥാനമില്ല, സമ്പത്തില്ല, ഒന്നുമില്ല സഹാബിക്ക്. പക്ഷെ ആ സഹാബി ചരിത്രത്തിൽ ബാക്കിയായിട്ടുണ്ട്. അതാണ് മരിക്കുന്നതിന് എന്തെങ്കിലും ഒന്ന് ബാക്കിയാക്കിയിട്ട് പോവാ. ഇല്ലെങ്കിലോ നമ്മളെ മക്കള് പോലും നമ്മൾ ഓർക്കാത്തൊരവസ്ഥ വരും. നമ്മുടെ ഭാര്യമാര് പോലും നമ്മളെ മറക്കുന്ന, പാടെ ഓർമ്മയില്ലാത്തൊരവസ്ഥ നമ്മുടെ ഭാര്യമാർക്ക് വരും. അവർക്ക് വേണ്ടി മാത്രം ജീവിച്ച നഷ്ടമാണ്. ദീനിന് വേണ്ടി പണിയെടുത്ത് എന്തെങ്കിലും ഒന്ന് ബാക്കിയാക്കിയാൽ അത് ഖിയാമത്ത് നാൾ വരെ ബാക്കിയാവും. അതുകൊണ്ട് ഒന്നാമത് ദീനിന് വേണ്ടി പണിയെടുക്കുക, അതിനു വേണ്ടി സമയം കൊടുക്കുക, അത് ബാക്കിയാവുന്ന ഒരു അമലാണ്. അസറുകൾ ബാക്കിയായി പോകുന്നു. ഉത്റുക അസറൻ ഖബല റഹീൽ, ഖിയാമത്ത് നാളിലേക്കുള്ള ആ യാത്ര ആരംഭിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒന്ന് അസറുകൾ ബാക്കിയാക്കുക, നല്ല അസറുകൾ ബാക്കിയാക്കുക. നേരെ തിരിച്ച് മോശമായ അസർ ബാക്കിയാക്കുകയാണെങ്കിലോ അത് ചെയ്യുന്ന ആൾക്കാർ, അത് പറയുന്ന ആൾക്കാർ, അത് കാണുന്ന ആൾക്കാർ എല്ലാവരുടെയും ശിക്ഷയും പേറി നാളെ ആഖിറത്തിൽ അള്ളാഹുവിന്റെ കോടതിയിലേക്ക് വരേണ്ടവർ. അതുകൊണ്ട് നന്മകൾ ബാക്കിയാക്കുക. മഹാന സഹാബി അമ്മാർ ബിൻ യാസിർ റളിയല്ലാഹു അൻഹു, ഒന്നും പറയാനില്ല ദുനിയാവിൽ, അദ്ദേഹത്തിന് ഒന്നുമില്ല. ആ 3 കുടുംബം, ഉമ്മ, ഉപ്പ, മകൻ. അമ്മാർ റളിയല്ലാഹു അൻഹു, യാസിർ റളിയല്ലാഹു അൻഹു ആ പീഡനം സഹിക്കാൻ പറ്റാതെ മരണപ്പെട്ടു. സുമയ്യ റളിയല്ലാഹു അൻഹ ആദ്യത്തെ ഷഹീദ്. രണ്ടാൾക്കാരും മരിക്കുന്നത് അമ്മാർ റളിയല്ലാഹുവിന്റെ കൺമുന്നിലാണ്. അത്രയും ക്രൂരമായ രീതിയിൽ പീഡിപ്പിക്കപ്പെട്ടു. അവസാനം അദ്ദേഹത്തിന് റസൂലിനെ ചീത്ത വിളിക്കേണ്ടി വന്നു. സഹാബാക്കൾ പറഞ്ഞു, അമ്മാറിനെ അവർ ശിക്ഷിച്ചു, അവർ ഉപദ്രവിച്ചു. അമ്മാർ എന്താണോ പറയുന്നത് അതുപോലും അമ്മാറിന് മനസ്സിലാകുന്നില്ല. ആ രീതിയിൽ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ആ സഹാബി. അവസാനം സഹിക്കാൻ പറ്റാതായപ്പോൾ അല്ലാഹു റസൂലിനെ ചീത്ത വിളിച്ചു, അവരുടെ ബിംബങ്ങളെ
മഹത്വം പറഞ്ഞു. അവർ ഒഴിവാക്കി വിട്ടു. നേരെ ഓടി കരഞ്ഞുകൊണ്ട് അള്ളാഹു റസൂലിന്റെ അടുക്കലേക്ക് വന്നു. നിൽ തുമിക്ക യാ റസൂൽ അല്ലാഹ്, അള്ളാഹു റസൂലെ, ഞാൻ താങ്കളെ ചീത്ത പറഞ്ഞു. വദകർതു ആലിഹതഹും ബിഖൈർ, അവരുടെ വിഗ്രഹങ്ങളെ ഞാൻ മഹത്വപ്പെടുത്തുകയും താങ്കൾ ഞാൻ ചീത്ത പറയുകയും ചെയ്തു. എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, കൈഫ തജ്ദു ഖൽബക, ആ പറയുന്ന സമയത്ത് നിന്റെ ഹൃദയം എങ്ങനെയായിരുന്നു, നിന്റെ മനസ്സെങ്ങനെയായിരുന്നു? സഹാബി പറഞ്ഞു, മുത്മഇന്നും ബിൽ ഈമാൻ, അള്ളാഹുവിന്റെ റസൂലെ, ഞാൻ പൂർണ്ണ ഈമാനുള്ള ആളായിരുന്നു. പക്ഷെ ആ വേദന സഹിക്കാൻ പറ്റാതായപ്പോൾ ഞാൻ എൻ്റെ നാവ് കൊണ്ട് പറഞ്ഞു പോയതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇൻ ആദു ഫഉദ്, അവർ ഇനിയും ആവർത്തിക്കുകയാണെങ്കിൽ നീ ഇതിനെ ആവർത്തിച്ചോ, നിനക്ക് അള്ളാഹു ഇളവ് നൽകിയിട്ടുണ്ട്. ആ വിഷയത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കിയത്, ഇല്ലാ മൻ ഉക്രിഹ വഖൽബുഹു മുത്മഇന്നും ബിൽ ഈമാൻ. ഇക്റാഹ്, നിർബന്ധിപ്പിക്കപ്പെട്ട് ചെയ്ത ആൾക്കാർക്ക് അള്ളാഹു മാപ്പാക്കി കൊടുക്കുന്ന ആയത്ത് ഈ സഹാബിയുടെ വിഷയത്തിൽ ഇറങ്ങിയ ആയത്താണ്. ഒന്നുമില്ലാതിരുന്നിട്ടും ആ സഹാബിയുടെ വിഷയത്തിൽ ഖുർആന്റെ ആയത്ത് ഇറങ്ങുന്ന രീതിയിൽ ആ സഹാബി അത്തറുകൾ ബാക്കിയാക്കിയിട്ടുണ്ടെങ്കിൽ, സഹോദരന്മാരെ, മരിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒന്ന് ബാക്കിയാക്കുക ദീനിന് വേണ്ടിയിട്ട്. അല്ലാതെല്ലാം അതോടുകൂടി അങ്ങ് ഇല്ലാതാവും. നമ്മളെ മരണത്തോടുകൂടി അതൊക്കെ ഇല്ലാതാവും, നമ്മുടെ ഓർമ്മകൾ ഇല്ലാതാവും, ഒന്നും ഇല്ലാതാവും. പക്ഷെ ദീനിൽ എന്തെങ്കിലും ബാക്കിയാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഖിയാമത്ത് നാൾ വരെ ബാക്കിയാക്കും. നമ്മുടെ മുൻഗാമികൾ അതൊക്കെ ബാക്കിയാക്കിയ ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ മാഷിദത്ത് ഇബ്നത്തി ഫിറഔൻ കേട്ട സംഭവമായിരിക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്രാ മിഅ്റാജിന്റെ അന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വർഗത്തിലൂടെ നടക്കുകയാണ്. അപ്പൊ നല്ലൊരു സുഗന്ധം അല്ലാഹുവിന്റെ റസൂൽ ആസ്വദിച്ചു. ജിബ്രീലിനോട് ചോദിച്ചു, ഫമാ ഹാദിഹി റായിഹത്തുൻ തയ്യിബ, ജിബ്രീലെ, ഏതാണ് ഈ പരിമളം, എന്താണ് ഈ സുഗന്ധം? ജിബ്രീൽ മറുപടി പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലെ, അത് ഫിറഔനിന്റെ കുട്ടികൾക്ക്, ഫിറഔന്റെ മകൾക്ക് മുടിവാരി കൊടുത്ത പെണ്ണിന്റെയും അവരുടെ മക്കളുടെയും സുഗന്ധമാണത്, മണമാണത്. അഡ്രസ്സില്ല, ദുനിയാവൊന്നുമില്ല. ഫിറഔൻ അള്ളാഹുവിന്റെ ശത്രുവിന്റെ വീട്ടിലെ ജോലിക്കാരിയാണ്. ദുനിയാവ് നൽകപ്പെട്ടിട്ടില്ല, സ്ഥാനമാനങ്ങളില്ല, അറിയപ്പെട്ട കുടുംബക്കാരല്ല. മറിച്ച് അള്ളാഹുവിന് വേണ്ടി ത്യാഗം ചെയ്തു, അതെന്നേക്കുമായി ബാക്കിയായി. റസൂലാണ് ചോദിക്കുന്നത്, എന്താണ് കാര്യം? അല്ലാഹുവിന്റെ റസൂൽ അത്ഭുതത്തോടെ ചോദിക്കാണ് ജിബ്രീലിനോട്, സ്വർഗത്തിൽ ഇങ്ങനെ പരിമളം വീശാൻ മാത്രം ആ പെണ്ണിന് എന്താണുള്ളത്, ആ പെണ്ണ് ആരാണ്? ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, സ്വർഗത്തിൽ വെച്ച് പറഞ്ഞു കൊടുക്കണം. ആ പെണ്ണ് ഫിറഔന്റെ മകൾക്ക് മുടിവാരി കൊടുക്കണം. ഒരു ദിവസം കയ്യിൽ നിന്നും ആ ചീർപ്പ് താഴെ വീണു. ബിസ്മില്ലാ എന്ന് പറഞ്ഞ ആ ചീർപ്പെടുത്തു. ഇത് കണ്ടപ്പോൾ ഫിറഔന്റെ മോള് ചോദിച്ചു, അബി, നിങ്ങൾ ഉദ്ദേശിച്ചത് എൻ്റെ വാപ്പാനെയാണോ? പെണ്ണ് മറുപടി നല്ല, എൻ്റെയും നിന്റെ ബാപ്പയുടെയും അള്ളാഹുവായ റബ്ബായ അള്ളാഹു. അതാരാണ്? അത് നിന്റെയും എൻ്റെയും റബ്ബായ അള്ളാഹു ആണെന്ന് പറഞ്ഞു. മകള് ചോദിച്ചു, ഇത് എൻ്റെ പിതാവിനെ അറിയിക്കട്ടെ? പെണ്ണ് പറഞ്ഞാൽ അറിയിക്കും. കാരണം ആ പെണ്ണ് സഹിക്കാൻ തയ്യാറായി, എന്ത് വന്നാലും ത്യജിക്കാനും സഹിക്കാനും ആ പെണ്ണ് തയ്യാറായി. കാരണം ഫിറഔനാണ്, എന്തും ചെയ്യാൻ മടിക്കൂല, അധികാരം അവൻ്റെ കയ്യിലാണ്. ഇത് വെറും വീട്ടു ജോലിക്കാരിയാണ്, വേലക്കാരിയാണ്. അറിയിക്കാൻ പറഞ്ഞു. മകള് പോയി അറിയിച്ചു പിതാവിനെ, ഫിറഔനെ അറിയിച്ചു, നിങ്ങളല്ലാത്തൊരു ഇലാഹിനെ വിളിക്കുന്നൊരു പെണ്ണുണ്ട്. വിളിപ്പിച്ചു, ചോദിച്ചു, ഞാൻ അല്ലാത്തൊരു ഇലാഹുണ്ടോ? ഉണ്ട്, എൻ്റെയും നിന്റെയും റബ്ബായ അള്ളാഹുവാണ് എൻ്റെ റബ്ബ്. ഫിറഔൻ ഒരു വലിയ പാത്രം കൊണ്ടുവരാൻ പറഞ്ഞു. ആ വലിയ പാത്രം കൊണ്ടുവന്നു. ഫഉഹ്മിയത്, അത് ചൂടാക്കപ്പെട്ടു. ഇവളുടെ മുമ്പിൽ വെച്ച് ഓരോ മക്കളെയും പിടിച്ച് ആ പാത്രത്തിലേക്ക് ഇട്ട് പൊരിക്കണം. എണ്ണയിലിട്ട് പൊരിക്കുന്നത് പോലെ ആ പാത്രത്തിലേക്ക് ഇടാൻ കത്തിക്കണം, ഈ പെണ്ണിന്റെ മുമ്പിൽ വെച്ചിട്ട്. പെണ്ണ് വല്ലാതെ പ്രയാസപ്പെട്ടു. പെണ്ണ് പറഞ്ഞു, എനിക്കൊരു കാര്യം ആവശ്യപ്പെടാനുണ്ട്. എന്നെയും എൻ്റെ മക്കളെയും നീ കൊല്ലും. കൊന്നതിന് ശേഷം എൻ്റെയും എൻ്റെ മക്കളുടെയും എല്ലുകൾ ഒന്നിച്ചൊരു ഒരു തുണിയിലാക്കിയിട്ട് അത് നീ ദഫൻ ചെയ്യണം, ഒന്നിച്ച് ദഫൻ ചെയ്യണം. ഫിറൗനാന്ന് പറഞ്ഞു. അങ്ങനെ ഓരോരുത്തരെ വിളിച്ചു ആ പാത്രത്തിലേക്ക് ഇടാണ്. അവസാനം കയ്യിലൊരു കുട്ടി, പാല് കുടിക്കുന്നൊരു കുട്ടി, ആ കുട്ടിയെ വലിച്ചു. പെണ്ണൊന്ന് പിറകോട്ട് മാറി. ഫിറൗന് സന്തോഷമായി. കാരണം പാറ പോലെ ഉറച്ചിക്കാണ് തൗഹീദിന്റെ പേരിൽ. ആ പെണ്ണൊന്ന് പിറകോട്ട് മാറിയപ്പോൾ ഫിറൗൻ വിജയിച്ചു എന്നൊരു തോന്നല്. ഞാൻ ആ പെണ്ണ് പിറകോട്ടൊന്ന് മാറി. ഇത് കണ്ടപ്പോൾ ഫിറൗൻ സന്തോഷിച്ചു. കാരണം ആ ഫിറൗന്റെ ശിക്ഷയുടെ മുമ്പിൽ ആ പെണ്ണ് പിന്മാറി എന്നൊരു ചിന്ത.
പക്ഷെ ആ സമയത്ത് കയ്യിലുണ്ടായിരുന്ന കുട്ടി സംസാരിച്ചു, യാ ഉമ്മ ഫഖ്തഹിമി, ഉമ്മ ആ തീയിലേക്ക് എടുത്ത് ചാടിക്കും. കാരണം ഫഇന്ന അദാബദ് ദുനിയ അഹ്വനു മിൻ അദാബിൽ ആഖിറ. ഉമ്മ, ദുനിയാവിലുള്ള ശിക്ഷ ആഖിറത്തിലെ ശിക്ഷ വെച്ച് നോക്കുമ്പോൾ അത് എത്രയോ നിസാരമാണ്, ഒന്നുമല്ല. ആഖിറത്തിലെ ശിക്ഷ വെച്ച് നോക്കിയാൽ ദുനിയാവിൻ്റെ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പ്രതിസന്ധികൾ അതൊന്നൊന്നുമല്ല, വളരെ നിസാരമാണ്. ഫഖ്തഹിമി, എടുത്ത് ചാടിക്കോ. ഫഖ്തഹമത്, ആ പെണ്ണ് തീയിലേക്ക് എടുത്തിടുന്നു. ആ കുട്ടിയുമായിട്ട് ആ പെണ്ണ് തീയിലേക്ക് ചാടി. ഇതാണ് ആ പെണ്ണിൻ്റെ സംഭവം. ശരിയായ രീതിയിൽ ഒരു അഡ്രസ് പോലും ആ പെണ്ണിനില്ല, ദുനിയാവിൻ്റെ സൗകര്യങ്ങളില്ല, സാഹചര്യങ്ങളില്ല. പക്ഷെ അള്ളാഹുവിനോട് ഇഖ്ലാസിനോടുകൂടി പണിയെടുത്തപ്പോൾ ചരിത്രത്തിൽ ആ പെണ്ണ് ബാക്കിയായി. നമ്മുടെ സഹോദരന്മാരെ, ദീനു വേണ്ടി പണിയെടുക്കുക. നമുക്കൊന്നുമില്ല, നമ്മളെ കയ്യിലൊന്നുമില്ല, സാഹചര്യങ്ങളില്ല, സന്ദർഭങ്ങളില്ല, അങ്ങനെയല്ല. എന്താണ് ഉള്ളത് അത് വെച്ച് പണിയെടുക്കുക. വഖുൽ അമലു ഫസയറല്ലാഹു അമലക്കും. ഇഖ്ലാസോടുകൂടി അള്ളാഹുവിന് വേണ്ടി പണിയെടുത്താൽ ഫസയറല്ലാഹു അമലക്കും, നിങ്ങളുടെ ആ പ്രവർത്തനം അള്ളാഹു കാണുന്നുണ്ട്. നമുക്ക് അള്ളാഹിനെ ബോധിപ്പിച്ചാൽ പോലെ, മറ്റാരും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് അള്ളാഹുവിനെ ബോധിപ്പിച്ചാൽ മതി. ഇഖ്ലാസോടുകൂടി അള്ളാഹിൻ്റെ ദീനു വേണ്ടി പണിയെടുക്കുക, അത് ബാക്കിയാവും. വറുബ്ബ അമലിൻ കബീരിൻ, എത്രയോ വലിയ വലിയ പ്രവർത്തനങ്ങളാണ്, ജനങ്ങൾക്ക് മുമ്പിൽ വലിയ പ്രവർത്തനങ്ങളായിരിക്കും. തുസഗിറുഹു അന്നിയ്യ, ആ വലിയ പ്രവർത്തനത്തിന് അവൻ്റെ നീയത്ത് ചെറുതാക്കി കണ്ട് അള്ളാഹിൻ്റെ അടുക്കൽ ഒന്നും ഉണ്ടാവില്ല, അവൻ്റെ ഇഖ്ലാസ് ഇല്ലായ്മ കൊണ്ട്. വറുബ്ബ അമലിൻ സഗീരിൻ തുകബ്ബിറുഹു അന്നിയ്യ, എത്രയോ ചെറിയ ചെറിയ അമലുകളാണ്, മറ്റുള്ളവരൊക്കെ നിസാരമായിട്ട് കാണും, പക്ഷെ ചെയ്യുന്ന ആള് വലിയ ഇഖ്ലാസോടുകൂടി ചെയ്യുന്ന ആളായിരിക്കും. തുകബ്ബിറുഹു അന്നിയ്യ, ആ ചെറിയ പ്രവർത്തനത്തെ അവൻ്റെ ഇഖ്ലാസ്, അവൻ്റെ നീയത്ത് അത് അള്ളാഹിൻ്റെ അടുക്കൽ വലിയ പ്രവർത്തനമാക്കുന്നുണ്ടോ. അതുകൊണ്ട് അള്ളാഹിന് വേണ്ടി പണിയെടുക്കുക, ദീനു വേണ്ടി പണിയെടുക്കുക. കൂട്ടുകാരെയും എല്ലാം ബന്ധപ്പെടുക, എല്ലാവരും പള്ളുമായിട്ട് ബന്ധിപ്പിക്കുക, ഇൽമിൻ്റെ സദസ്സുകൾ നടത്തുക, സാഹചര്യങ്ങൾ ഉണ്ടാക്കുക, സന്ദർഭങ്ങൾ ഉണ്ടാക്കുക, അത് ഉപയോഗപ്പെടുത്തുക. മരിക്കുന്നതിൻ്റെ മുമ്പ് വല്ല അസറുകളും ബാക്കിയാക്കി പോവുക. ദുനിയാവുണ്ടാക്കിയാൽ അത് നമ്മുടെ മരണത്തോടുകൂടി കഴിഞ്ഞു, വിസ്മരിക്കപ്പെടും. ചരിത്രത്തിലെ മിടമില്ലാത്ത രീതിയിൽ ഇന്നലെ ഇങ്ങനത്തെ ഒരാൾ ജീവിച്ചിരിപ്പുണ്ട് എന്ന് പോലും ഓർമ്മിക്കാത്ത രീതിയിൽ ചരിത്രത്തിൽ നിന്ന് തേഞ്ഞുമാന് പോകും. പക്ഷെ ഇത് ബാക്കിയാവും. നമ്മുടെ ഇമാമിങ്ങൾ ബാക്കിയായതുപോലെ വർഷങ്ങൾക്ക് ഇപ്പുറം അവർ പറയപ്പെടാണ്, അവരുടെ ചരിത്രങ്ങൾ പരിചയപ്പെടുത്തി കൊടുക്കാൻ ചെറിയ കുട്ടികൾ പോലും അവരെ സംബന്ധിച്ച് പറയാണ്, നല്ലത് പറയാണ്. അങ്ങനത്തെ ഒരവസ്ഥ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല തൗഫീഖ് നൽകാൻ ഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ ആഴ്ചയും ക്ലാസ് തുടർന്ന് പോകും. എല്ലാവരും എന്ത് ചെയ്യുക, പങ്കെടുക്കുക, മറ്റുള്ളവരെ പങ്കെടുപ്പിക്കുക, നന്മയിൽ പങ്കാളികളാവുക. ആഖിറത്തിലേക്ക് ബാക്കിയാകുന്ന ഇൽമായി ബാക്കിയാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.